പേരോട് ഉസ്താദ് സൗമ്യതയുടെ കാന്തപുര സ്പർശം എന്നൊരു വീഡിയോ പരമ്പരയുമായി വരുമെന്ന് അനൗൺസ് ചെയ്തിരുന്നു. അത് അനൗൺസ് ചെയ്തതുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ പേര് ചാനൽ വഴിയായിട്ടും നേരിട്ടും ഒരുപാട് പ്രോത്സാഹനങ്ങൾ നൽകിയിട്ടുണ്ട്. ആമുഖമായി പറയാനുള്ളത്, ഇത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ്. നവമാധ്യമ ഉപയോഗം അത് എല്ലാ വിഭാഗം ജനങ്ങളും, പ്രത്യേകിച്ചും വിജ്ഞാനത്തിനായി, വിനോദത്തിനായി ഒട്ടേറെ നല്ല സുഹൃത്തുക്കളെ സമ്പാദിച്ച് അവരുമായി സന്തോഷകരമായ ആശയവിനിമയം പങ്കുവെക്കുന്ന ഒരു പൊതു ഇടം എന്ന നിലയ്ക്ക് ഏതെങ്കിലും വിഭാഗത്തിനെതിരെ ആക്ഷേപഹാസ്യങ്ങൾ അല്ലെങ്കിൽ അധിക്ഷേപങ്ങളുമായി വരിക എന്നത് നമ്മുടെ നയമല്ല എന്ന് ആമുഖമായി സൂചിപ്പിക്കുന്നു. എന്നാൽ ബഹുമാന്യരായ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി 985 കാലഘട്ടം മുതൽ ബഹുമാന്യരായ പേരോട് ഉസ്താദിൻ്റെ പ്രസംഗങ്ങളും പ്രവർത്തനങ്ങളും കേൾക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യുന്ന ഒരാളെന്ന നിലക്ക് ഉസ്താദിനെ അടയാളപ്പെടുത്തേണ്ടതുണ്ട് എന്ന ഒരു തോന്നലിൽ നിന്നാണ് ഈ ഒരു പരമ്പര ഉണ്ടാകുന്നത്. ആവർത്തിക്കുന്നു, ആർക്കെതിരെയും ഒരു അധിക്ഷേപം നൽകുക നമ്മുടെ ലക്ഷ്യമല്ല. ഏതെങ്കിലും ആളുകൾ പേരോട് ഉസ്താദിനെതിരെ വന്നിട്ട് ലക്ഷണം കെട്ടവൻ എന്ന് പേരോട് ഉസ്താദിനെ നോക്കി വിളിച്ചു എന്ന് കരുതുക. അത്തരം ആളുകളോട് തിരിച്ച് അവരുടെ ലക്ഷണക്കേട് പങ്കുവെക്കുക എന്നത് നമ്മുടെ ലക്ഷ്യമല്ല. പകരം ലക്ഷോപലക്ഷം അനുയായികളുള്ള, 10,000-കണക്കിന് ശിഷ്യസമ്പത്തുള്ള, ജീവിതത്തിൽ ലക്ഷ്യം കൃത്യമായി നേടിയെന്ന് സമൂഹത്തിന് ബോധ്യമായ ഒരു മഹാപണ്ഡിത ഗുരു ബഹുമാന്യരായ സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദിൻ്റെ ലക്ഷണമൊത്ത ശിഷ്യനാണ്, പ്രമുഖ ശിഷ്യനാണ് പേരോട് ഉസ്താദ് എന്ന് പറഞ്ഞു വയ്ക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഇത്തരം വീഡിയോവുമായി ആരൊക്കെ സപ്പോർട്ടായി വന്നാലും വളരെ സന്തോഷം. എന്നാൽ സോഷ്യൽ മീഡിയയിൽ ഈ വീഡിയോ അമിതമായി ഷെയർ ചെയ്യപ്പെടുകയോ അല്ലെങ്കിൽ ഈ പേജ് അമിതമായി ഒരു റീച്ച് എത്തുക എന്ന ഉദ്ദേശം വെച്ച് ആരെയെങ്കിലും ആക്ഷേപിക്കാനോ തർക്ക വിതർക്കങ്ങളിലേക്ക് ചെല്ലാനോ ഒരിക്കലും ഉദ്ദേശിക്കുന്നില്ല. ആമുഖം ഇവിടെ സൂചിപ്പിക്കുകയാണ്. ഏതായാലും ഇൻഷാ അല്ലാഹ് നന്മയും തിന്മയും ഒരിക്കലും സമമാവുകയില്ല. തിന്മക്കെതിരെ നന്മയുടെ ഏറ്റവും നല്ല വഴി തന്നെ നമ്മൾ അവലംബിക്കണമെന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ടല്ലോ. പറഞ്ഞു വരുന്നത്, ഏതെങ്കിലും അർത്ഥത്തിൽ നമ്മളെ വീഡിയോ പേരോട് ഉസ്താദും കാന്തപുരം ഉസ്താദുമായി ബന്ധപ്പെട്ടിട്ടല്ലാത്ത ഏതെങ്കിലും സംഘടനകൾക്കോ മൂവ്മെൻറ്റുകൾക്കോ വിഭാഗങ്ങൾക്കോ എതിരായി അധിക്ഷേപങ്ങൾ തൊടുത്തുവിടാൻ പ്രേരിപ്പിക്കുന്ന തരത്തിലല്ല നമ്മുടെ വീഡിയോ ഉദ്ദേശിക്കുന്നത് എന്നുകൂടെ ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്കറിയാം, രാഷ്ട്രീയത്തിലായാലും സാമൂഹ്യ മേഖലയിലായാലും മതമേഖലയിലൊക്കെ തന്നെ മലീമസമാകുന്ന രീതിയിൽ ഈ പൊതു ഇടങ്ങളിൽ അരോചകമാകും വിധം ആശയതർക്കങ്ങളിലേക്ക് കൊണ്ടുപോകേണ്ടതില്ല എന്നാണ് നിലപാട്. ഒരു കഥ പറഞ്ഞ് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാം. പണ്ട് ഒരു നമ്പൂതിരി, ആ നമ്പൂതിരിയോട് അദ്ദേഹത്തിൻ്റെ ഭൃത്യന്മാർ ജോലിക്കാർക്ക് ഒരു ഘട്ടം ദേഷ്യം വന്നപ്പോൾ, പക അടങ്ങാതപ്പോൾ, നിയന്ത്രിക്കാൻ കഴിയാത്ത പക, ആ പക വന്നപ്പോൾ ആ നമ്പൂതിരിയെ നോക്കിക്കൊണ്ട് മൈക്ക് കെട്ടിയോ യൂട്യൂബ് ചാനലോ എങ്ങനെയാണെന്നറിയില്ല, നിരന്തരം നമ്പൂതിരിയെ മോശമായി അത് തീനി ഇത് തീനി എന്ന രീതിയിൽ നമ്മൾ കാഷ്ടം തീനി മനം തീനി എന്നൊക്കെ കാര്യങ്ങൾ ഇങ്ങനെ വിളിച്ചു പറഞ്ഞപ്പോൾ ആ നമ്പൂതിരി ഓരോന്നിനും തക്കാളി, വെണ്ടയ്ക്ക, പടവലങ്ങ എന്നിത്യാദി മറുപടികൾ പറഞ്ഞപ്പോൾ ഇത് ശ്രദ്ധയിൽപ്പെട്ട ചിലർ ചോദിച്ചത്രേ, എന്താണ് പ്രിയപ്പെട്ട നമ്പൂതിരി, അങ്ങേ ഈ രീതിയിൽ ആക്ഷേപം അത് തിന്നി ഇത് തിന്നി എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അങ്ങ് ഇത്ര സൗമ്യമായി പടവലങ്ങ തക്കാളി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ നമ്പൂതിരി പറഞ്ഞൊരു മറുപടി, അവൻ തിന്നുന്നതിൻ്റെ പേരുകളൊക്കെ അവൻ വിളിച്ചു പറഞ്ഞപ്പോൾ നാം തിന്നുന്നതിൻ്റെ പേരൊക്കെ നാമും വിളിച്ചു പറഞ്ഞു എന്ന് നമ്പൂതിരി പറഞ്ഞ ഒരു കഥ നമ്മുടെ മുമ്പിലിട്ട് തീർത്ത് പറയുന്നു.
ഈ വീഡിയോക്ക് പേരോട് ഉസ്താദുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ മഹത്വം അടയാളപ്പെടുത്താൻ സതുദ്ദേശപൂർവ്വം വരുന്ന ഈ വീഡിയോ പരമ്പരയിൽ ആരൊക്കെ അവരുടെ ശൈലിയുമായി വന്നാലും ഒരിക്കലും സോഷ്യൽ മീഡിയയിൽ മോശമായ രീതിയിലുള്ള മറുപടിയോ കമൻറ്റുകളോ ഉണ്ടാവുകയില്ലെന്നും പേരോട് ഉസ്താദിനെയും ബഹുമാന്യരായ കാന്തപുരം ഉസ്താദിൻ്റെ ശിഷ്യത്വവും സ്വീകരിക്കുന്ന അനുയായികളൊക്കെ തന്നെ മറ്റാരെയെങ്കിലും ആക്ഷേപിക്കാനോ വില കുറഞ്ഞ രീതിയിലോ സഭ്യമല്ലാത്ത രീതിയിലോ ആരെങ്കിലും കമൻറ്റുകളുമായി വരുന്നതിനോടോ ദയവായി ഒഴിവാക്കണമെന്നും വിനയപൂർവ്വം ആവശ്യപ്പെട്ടുകൊണ്ട് ഇൻഷാ അല്ലാഹ് അള്ളാഹുവിൻ്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ വീഡിയോ പരമ്പര നമുക്ക് വരും ദിവസങ്ങളിൽ തുടങ്ങാം. ആദ്യ വീഡിയോ ലക്ഷക്കണക്കിന് പണ്ഡിത ശിഷ്യസമ്പത്ത് കൊണ്ട് സമ്പുഷ്ടമായ ജീവിതം അർത്ഥപൂർണമാക്കിയ മഹാഗുരു കാന്തപുരം ഉസ്താദിൻ്റെ ലക്ഷണമൊത്ത ശിഷ്യഗണത്തിൽപ്പെട്ട ബഹുമാന്യരായ പേരോട് ഉസ്താദിനെ പറ്റി പറയുമ്പോൾ ആദ്യ വീഡിയോ ഐശ്വര്യപൂർണമായി സുൽത്താനുൽ ഉലമയെ അടയാളപ്പെടുത്തിക്കൊണ്ട് തുടങ്ങാം. ഇൻഷാ അല്ലാഹ് എല്ലാവരുടെയും അകമഴിഞ്ഞ പിന്തുണ സഹകരണം ആവശ്യപ്പെടുകയാണ്.